സുഹൃത്തുക്കളെ, ഇന്ന് കുഞ്ഞ് വന്നിട്ട് 3-ാം ദിവസമാണ്. റൗണ്ട് മാറ്റി ഫാമിൻ്റെ പകുതിയോളം തുറന്നു വിട്ടിരിക്കുകയാണ്. സാധാരണ ആളുകളൊക്കെ ഓരോരുത്തർ പറയണ കേട്ട് 8 ദിവസം 9 ദിവസം 10 ദിവസം എല്ലാം റൗണ്ടിൽ കുഞ്ഞുങ്ങളെ നിർത്തുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഏകദേശം 4-5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും മരണനിരക്കിനും കൂടുതലായി കാണുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ റൗണ്ട് എന്ന സംവിധാനം ചെയ്തു നോക്കിയപ്പോൾ അത് വിജയകരമായി തോന്നി. അതിനുശേഷം കൂടുതൽ ദിവസം റൗണ്ടിൽ കുട്ടികളെ നിർത്തുന്നതിനേക്കാൾ നല്ലത് 1-2 ദിവസത്തിന് ശേഷം ഫാമിൻ്റെ പകുതി തുറന്നു വിടുകയാണെങ്കിൽ കുഞ്ഞിന് നല്ല ഉന്മേഷവും മോർട്ടാലിറ്റി ഗണ്യമായി കുറയാനും കാരണമായി. അതിനാൽ ഞാൻ ഇപ്പോൾ ഈ രീതിയിലാണ് കോഴിയെ വളർത്തുന്നത്. നല്ല റിസൾട്ടുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. സാധാരണ കോഴി വളർത്തുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത്, വളർത്തി യാതൊരുവിധ പരിചയവുമില്ലാത്ത ആളുകൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് കേട്ട് ചെയ്യുന്നതാണ്. കുറച്ചൊക്കെ നമ്മളും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലാണ് ഈ എന്ത് കാര്യത്തിലാണെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. 2-ാം ദിവസം മുതൽ ഡ്രിങ്കർ താത്തിക്കൊടുക്കും. ഡ്രിങ്കറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കോഴികൾ എൻ്റെ ഫാമിൽ നോക്കുക. 3-ാം ദിവസമാണ് ഡ്രിങ്കർ താത്തി. 2-ാം ദിവസവും 3-ാം ദിവസവും പോലെ ഡ്രിങ്കർ താത്തി പേപ്പർ എടുത്തു കഴിഞ്ഞാൽ റൗണ്ട് പൊളിച്ച് കുട്ടികളെ തുറന്നു വിടുന്നു. ഡ്രിങ്കറിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടോ? അതുപോലെ ഫീഡറും താത്തിക്കൊടുക്കും. വലിയ ഫീഡറും താത്തിക്കൊടുക്കും. ഇത് ഏകദേശം 15 ദിവസത്തോളം ഇങ്ങനെ തുടരും. 15 ദിവസം ആകുമ്പോൾ ഫാമും ഫുള്ളായിട്ട് കോഴിയെ തുറന്നു വിടും. മോർട്ടാലിറ്റി കുറയാൻ കാരണമാകുന്നു. നല്ല വളർച്ചയും കിട്ടുന്നു. കഴിയുമെങ്കിൽ സുഹൃത്തുക്കൾ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ.